ഓ കൊണ്ടുവരാം സർ. പല്ലവി വിഷ് ചെയ്തോ? ചെയ്തിരുന്നു. അബിയുടെ ആ സന്തോഷം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സർ ഇതിൽ കേക്കൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കേ ചേച്ചി, അത് അവിടെ തന്നെ ഉണ്ട്. ഇല്ല സർ, ഇവിടെ കേക്കൊന്നും കാണുന്നില്ല. ഇല്ലേ? വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ്. അത് കണ്ട് ദേഷ്യം വന്ന രവി, മാലിനി മാലിനി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് ഒരു അഹങ്കാരത്തോടെ അവരുടെ മുന്നിലേക്ക് വന്നു. ഇവന്റെ പെരുന്നാളിന് മേടിച്ച കേക്ക് ആരാ ടിനോയ്ക്ക് കൊടുത്തത്? അയ്യോ, മരുമോൻ സാറിന്റെ പിറന്നാളായിരുന്നോ ഇന്ന്? അയ്യോ, ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോന് കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ, എന്താ ചേട്ടാ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മരുമോന്? ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന്.